പുലിക്കൊട്ടും പനം തേങ്ങയും തകിട തക തക തകിട തക തക. ഏറ്റവും പറയുകയാണെങ്കിൽ വയറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടുള്ള അഭ്യാസങ്ങൾ ശരിക്കും വയറിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നാവൊക്കെ വരച്ചിട്ട് അത് നമ്മൾ വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാവൊക്കെ ഇടുന്ന് ഇളകുന്ന ഒരു രൂപം വരും, നമ്മുടെ മസിൽസൊക്കെ ഇളകുന്ന. പുലിക്കൊട്ടും പനം തേങ്ങയും തകിട തക തക തകിട തക തക തകിട. അതിങ്ങനെ മറിച്ച് താളങ്ങളും സ്പീഡ് താളങ്ങളൊക്കെ ആയിട്ട് വരും. ആ കൊട്ടിയാലേ പുലികൾ കളിക്കാൻ പറ്റുള്ളൂ, കാരണം അവരുടെ ഒരു സ്റ്റെപ്പ് അതാണ്. അതിൽ ഇപ്പോൾ ഈ പുലി എന്ന് പറയുമ്പോൾ വരയൻ പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, വെള്ളപ്പുലിയുണ്ട്, നീലപ്പുലിയുണ്ട്. അപ്പോൾ കണ്ണിന് ആനന്ദകരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകളുടെ പുലിവേഷം ഇന്ന് ലോകമെമ്പാടും നിറഞ്ഞാടുന്നുണ്ട്. ഞാൻ വിൻസെൻ്റ്, തൃശ്ശൂരാണ് വീട്. ഈ പുലിവേഷം വരയ്ക്കുന്ന ഒരു ചിത്രകാരനാണ്. ഇന്ന് ചിത്രകാരന് പുലിക്കളിയിൽ വളരെ ഒരു പ്രാധാന്യമുണ്ട്. നല്ല വയറുകൾക്കും നല്ല പ്രാധാന്യമുണ്ട്. വയറുകൾക്കും ചിത്രകാരനും തമ്മിലുള്ള ഒരു ബന്ധം ഏറ്റവും കൂടുതൽ ബന്ധമാണ്. ഏറ്റവും നല്ല വയറുള്ള ആളുകളുടെ വയറിലാണ് പുലികളുടെ ഒരു മുഖം ഉണ്ടാവും. മുഖത്ത് മാസ്ക് ഉണ്ടാവും, തലയിൽ അതുപോലെ തന്നെ പുലിയുടെ ഒരു തൊപ്പി വെച്ച് അരമണി കെട്ടി ട്രൗസർ ഇട്ടിട്ട് വയറിന് വളരെ പ്രാധാന്യം, കളിക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയായി മാറി. ടെമ്പറ പൗഡറാണ് ഉപയോഗിക്കുക. പൗഡർ എന്താ പറയുക, വാർണിഷിലൊക്കെ മിക്സ് ചെയ്തിട്ട് അരച്ച് ഉണ്ടാക്കുന്നൊരു പ്രത്യേകതരം പെയിൻ്റാണ്. അവിടെ തന്നെ അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു തരം പെയിൻ്റാണ്. അതുപോലെ തന്നെ അതിൻ്റെ വാദ്യത്തിലും പ്രത്യേകതയുണ്ട്. പുലിക്കളിക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു വാദ്യം, ചെണ്ടയുടെ ഒരു താളം മാത്രം, അതിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു താളമാണ്. അത് വേറൊരു കലയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് തൃശ്ശൂരാണല്ലോ ഈ പുലിക്കളിയുടെ ഉത്ഭവം. ഈ തൃശ്ശൂർ കുറേ കാലം മുമ്പ് കുറേ പട്ടാളക്കാർ വന്ന് തമ്പടിച്ചിരുന്നു അത്ര. അവർ ഒരു കടുവാകളി എന്ന് പറഞ്ഞ് അവരുടെ വിനോദ നേരങ്ങൾ ചെലവഴിക്കാൻ വേണ്ടി ഒരു കളി നടത്തിയിരുന്നു. ഇത് ശക്തൻ തമ്പുരാൻ കാണുകയും അതിന് നമ്മുടെ നാട്ടിൽ ഒരു ആഘോഷമാക്കി മാറ്റാൻ വേണ്ടി പുലിക്കളി എന്ന രീതിയിൽ 4 നാളിൽ തൃശ്ശൂർ റൗണ്ട് മൊത്തം കുറേ സംഘങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പുലിക്കളി എന്നൊരു ആഘോഷം നടത്തുകയും ചെയ്തിരുന്നു. ഏറ്റവും പറയുകയാണെങ്കിൽ വയറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടുള്ള അഭ്യാസങ്ങൾ ശരിക്കും വയറിൽ വരച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ നാവൊക്കെ വരച്ചിട്ട് അത് നമ്മൾ വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നാവൊക്കെ ഇടുന്ന് ഇളകുന്ന ഒരു രൂപം പോലും നമ്മുടെ മസിൽസൊക്കെ ഇളകുന്ന ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. തൃശ്ശൂരിൻ്റെ മാത്രം കലാരൂപം എന്ന് പറയാൻ കഴിയും. എന്നാലും ഇന്ന് തൃശ്ശൂരിൽ നിന്നൊക്കെ മാറിയിട്ട് കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട്. പണ്ട് ഇത് ഒലക്കമേലൊക്കെ കളിച്ചിരുന്നു, അങ്ങനത്തെ ഒരു പ്രത്യേകതരം. അതുപോലെ തന്നെ തലകുത്തി നിന്നിട്ട് പൈസ എടുക്കുന്ന രീതി അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി കുറച്ചും കൂടിയൊക്കെ വെറും വേഷങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പുലിക്കളിയായിട്ട് മാറുന്ന വയറിന് വളരെ പ്രാധാന്യം. ഏറ്റവും പറയുകയാണെങ്കിൽ വയറിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ഒരു 4 നാൾ ഈ പുലിക്കളി അടിപൊളി തന്നെ, അടിപൊളി ഗഡ്ഡികളായിട്ട് തന്നെ വരും ചെയ്യും. അത് വേറെ വിഷയം.